യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യമാണ്. നെഹമ്യാ പ്രവാചകനോട് രാജാവ് ചോദിച്ചു, രോഗമില്ലായിരുന്നിട്ടും എന്തേ നിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നു? വ്യതയല്ലാതെ മറ്റൊന്നില്ല. രാജാവിന് മനസ്സിലായി, നെഹമ്യാ പ്രവാചകൻ രോഗമൊന്നുമില്ല, മറ്റൊന്നുമില്ല. എന്നിരുന്നാലും അവൻ്റെ മുഖം വിഷമിച്ചിരിക്കുക. അപ്പോൾ രാജകൊട്ടാരത്തെ നിയമം അനുസരിച്ച് സ്വകാര്യമായ ദുഃഖങ്ങളോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിലും രാജാവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ദുഃഖങ്ങൾ കാണിക്കാൻ പാടില്ല. രാജാവിനെ ഏറെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാ പ്രവാചകൻ. അപ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ട് പോലും നെഹമ്യാ പ്രവാചകന് അറിയാമായിരുന്നു മ്ലാനവദനായി രാജകൊട്ടാരത്തിൽ രാജാവിന് ശുശ്രൂഷ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ നെഹമ്യാ പ്രവാചകനെ ഏറെ ഭാരപ്പെടുത്തിയത് നഗരം കത്തി അമർന്ന് ജനമേറെ വേദന അനുഭവിക്കുന്നു. അപ്പം ജനത്തിൻ്റെ വേദനയും സ്വന്തം ദേശത്തിൻ്റെ വേദനയും ഒത്തിരി നെഹമ്യാ പ്രവാചകനെ ഭാരപ്പെടുത്തുന്നുണ്ട്. 4 മാസത്തോളം നെഹമ്യാ പ്രവാചകൻ ഒരുങ്ങി. ഏതായാലും ഈ സന്ദർഭത്തിൽ രാജകൊട്ടാരത്തിൽ വന്ന് രാജാവിന് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് രാജാവിന് കാര്യം മനസ്സിലായി. എന്നാലും ധൈര്യപൂർവം ജനത്തിൻ്റെയും ദേശത്തിൻ്റെയും കഷ്ടപ്പാട് അതിനുവേണ്ടി രാജാവിൻ്റെ അടുത്ത് നെഹമ്യാ പ്രവാചകൻ ചെല്ലുന്നു, പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രവാചകൻ്റെ ഇടപെടൽ നിമിത്തമായിട്ട് രാജാവ് എല്ലാം അംഗീകരിക്കുന്നു, ഇവരെ സഹായിക്കുന്നുണ്ട്. നാം ഓർക്കേണ്ടത്, ഒരുപക്ഷെ മതിലുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ പുനരുദ്ധരിക്കുവാൻ നെഹമ്യാ പ്രവാചകൻ ദൈവം ഉപകരണമാക്കി. ദുഃഖത്തിൻ്റെ സാഹചര്യത്താൽ എൻ്റെ ജീവിതമാകുന്ന മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല തകർച്ച അനുഭവിക്കുമ്പോൾ അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറ്റുമ്പോൾ അതിനെ ഭാരപ്പെടുത്തും. അത് മാറ്റുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും. നെഹമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണമാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയും എല്ലാം പുനരുദ്ധരിക്കാൻ സാധിക്കുകയും ചെയ്തു. എങ്കിൽ ഈ ദിവസം നമ്മുടെ ജീവിതമാകുന്ന മതിലുകൾ പാർക്കപ്പെട്ടിരിക്കാം, നമ്മുടെ സ്വകാര്യ ദുഃഖവും വേദനയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഇടവക സമൂഹത്തിൻ്റെയോ എന്തുമായിക്കൊള്ളട്ടെ. ഒരു കാര്യം മാത്രം ദൈവം ഇന്നത്തെ ഈ വചനത്തോടെ ഓർപ്പിക്കുന്നു, അവരുടെ ദുഃഖവും അവരുടെ വേദനയും തകർന്ന അവസ്ഥയും എന്നെ ഭാരപ്പെടുത്തുമ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നെഹമ്യാ പ്രവാചകനെ പോലെ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തും. അപ്പോൾ ദൈവം എന്നെ എടുത്തുപയോഗിക്കും. എങ്കിലും പ്രിയമുള്ളവരെ, നന്മ ചെയ്യുവാൻ ഇന്ന് കിട്ടുന്ന അവസരം നഷ്ടമാക്കരുത്. അതിലപ്പുറമായിട്ടും മറ്റു മക്കളുടെ ദുഃഖത്തിലേക്ക് കടന്നു എന്ന് അവർ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ ഒരു വ്യക്തിയായി മാറുവാൻ, നന്മ ചെയ്യുവാൻ, മറ്റുള്ള ദുഃഖങ്ങൾ നെഞ്ചിൽ പേറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.